സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ട്. മികച്ച നടി രണ്ടാളുകളാണ്. ഒന്ന് ഉർവശി, രണ്ട് ബീന ആർ ചന്ദ്രൻ. പരന്തൂരിന്റെ അഹങ്കാരമായിരുന്ന സിയുക്കളുടെ അഹങ്കാരമായിരുന്ന ടീച്ചർ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ അറിയപ്പെടുന്ന രൂപത്തിലേക്ക് മാറി. ആ സന്തോഷം നമ്മൾ പങ്കിടുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബീന ടീച്ചറെ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇത് ആർക്ക് കിട്ടിയ അവാർഡാ? അല്ല, നമുക്ക് എല്ലാവർക്കും കിട്ടിയ അവാർഡാ. നമ്മുടെ നാടിന്റെ യശസ് വാനോളം ഉയർത്തിയ തടവ് എന്ന സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരത്തിന് ഒരുപാട് സന്തോഷിക്കുന്നു. ഈ ശ്രീതു ടീച്ചറുടെ ആരായിട്ട് അഭിനയിച്ചെന്നറിയോ? മകളായിട്ട്. ടീച്ചർക്ക് അവാർഡ് കിട്ടിയതിൽ ഇവിടെയുള്ള എല്ലാ ടീച്ചറും സന്തോഷിച്ചു. എന്റെ മടങ്ങ് ഞാനും സന്തോഷിച്ചു. എന്റെ അമ്മയ്ക്കാണ് അവാർഡ് കിട്ടിയത്. അതിന് ഞാൻ നല്ല സന്തോഷം പ്രകടിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം. ടീച്ചറായത് ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് കിട്ടിയത് മുഴുവൻ ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കലയുടെ ഒരു സുഖം എന്ന് പറയുന്നത് ഈ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ, അത് എനിക്ക് എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി നിർത്താൻ എൻ്റെ ഈ അഭിനയത്തിന് എന്തെങ്കിലും പെർഫോം ചെയ്താൽ എൻ്റെ സങ്കടമൊക്കെ മാറും. അപ്പോൾ ഇതിനൊരു വല്ലാത്തൊരു എനർജി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അത് എൻ്റെ കുട്ടികൾക്കും കിട്ടണം. തളരാതെ മുന്നോട്ട് പോകാൻ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും തളരാതെ മുന്നോട്ട് പോകാൻ നമുക്കിത് ഈ കലേനെ കൂട്ടുപിടിച്ചാൽ പറ്റുമെന്ന് കുട്ടികൾക്കും കൊടുക്കണം. അപ്പോൾ ഞാനൊരു അധ്യാപിക ആയാൽ എന്താ പറയുക, അത്രയും സന്തോഷിക്കുന്നു. ടീച്ചർ എന്റെ വീടിന്റെ അടുത്തുള്ള ടീച്ചർ. അഭിനയിക്കോ? പാട്ടൊക്കെ അഭിനയിച്ച് കാണിക്കോ? കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ നാട്ടിൽ നാടകത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ കലയിൽ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് നാട്ടിൽ കല വളർത്തിയെടുത്തിട്ടുള്ളത്. ചെറുപ്പം മുതലേ ആ ഒരു കലാസംസ്കാരം ഞങ്ങൾക്കുണ്ട്. കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ ഞങ്ങളെങ്ങനെയാ വെച്ചാൽ വെറുതെ കെട്ടിച്ചമച്ചിട്ട് ഡ്രിൽ പീരീഡൊക്കെ നമുക്ക് നാടകം കളിക്കാൻ പറ്റും എന്തൊക്കെയോ തോന്നിയതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാടകം കളിക്കുമായിരുന്നു. ശ്രീനീലകണ്ഠ സംസ്കൃത കോളേജിലാണ് ഞാൻ പഠിച്ചത്, പ്രീ ഡിഗ്രിക്ക്. അവിടെ ഞാൻ എത്തിയപ്പോൾ അവിടെ തിയേറ്റർ സജീവമാണ്. അവിടെയാണ് ഞങ്ങൾ ഭാസൻ്റെ കർണഭാരം സംസ്കൃത നാടകം ചെയ്ത് അത് യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം സ്ഥാനം കിട്ടി. ചെറുപ്പം മുതലേ ഡാൻസ് ചെയ്യുമായിരുന്നു. കഥ പറയൽ, ആംഗ്യപ്പാട്ട്, കഥാപ്രസംഗം, മോണോ ആക്ട്, മിമിക്രി, അങ്ങനെ അതിലൊക്കെ പോയിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിലാണ് നാടകം എൻ്റെ മെയിനായിട്ട് വന്നത്. പിറക്കുകൻ കൊടുങ്ങല്ലൂരിൽ വീണ്ടും തങ്കമാക്കുകീ മണ്ണ് പ്രൗഢം നിന്നടയാലേ കറുകപ്പാടത്തു നിന്നിനിയും അറബന മുഴങ്ങിയിടട്ടെ. ഈ ബീന ടീച്ചർ എന്ന വ്യക്തിയെ എനിക്ക് പൂർണ്ണമായിട്ട് അറിയാലോ. അപ്പോൾ അത്തരം ഒരു ക്യാരക്ടർ ടീച്ചർക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തടവ് എന്ന സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്നത്. ഞാനിത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ബീനയെ ഞാൻ വിചാരിച്ച സംഭവം ഇതാ വന്നു, ഇതുവരെ ചെയ്തതിൽ ഒന്നും അല്ലായിരുന്നു, നിനക്ക് ഇതാ കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആൾ വന്നത്. അത് വായിച്ച് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലായി ഇത് ബീന ടീച്ചർക്ക് ഒരു അവാർഡിന് പറ്റിയ സ്ക്രിപ്റ്റ് തന്നെ. അപ്പോഴും ഞാൻ ദൈവമേ ഇത്ര വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ ഇത്, ഈ കുട്ടി ഈ സിനിമയിൽ വിജയിക്കില്ല, ഞാൻ എത്ര നന്നായി ചെയ്യണം, അതായിട്ട് പാളിപ്പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ അതിലേക്ക് ഇനി എന്തായാലും അത് നന്നായി വർക്ക് ചെയ്യാം, അപ്പോൾ എനിക്ക് പറ്റണതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഔട്ട് വന്നപ്പോൾ നല്ല റെസ്പോൺസായിരുന്നു. ഇനി ബീന ടീച്ചർ പറക്കട്ടെ, ഞാനതിൽ സന്തോഷിക്കുന്നു.
എൻ്റെ ഭാഗ്യമാണ് ഇത് കിട്ടിയത്. കാരണം ഞാൻ സീമ ടീച്ചർ ഉണ്ടായിരുന്നു ഞാൻ വന്ന കാലത്ത്. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള കാര്യത്തിൽ സീമ ടീച്ചർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഈ ഒരു വേറൊരു രീതിയിലാണ് അനിത ടീച്ചറുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആൾ എൻ്റെ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഐഡിയ ആയിട്ട് ഇങ്ങനെ വരും. അങ്ങനെയാണ് എൻ്റെ അവൾ നല്ല സപ്പോർട്ടാണ് എനിക്ക്. ഞങ്ങളൊക്കെ ഒപ്പം അഭിനയിച്ചിരുന്ന ആൾക്കാരല്ലേ, ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞിട്ടിരിക്കും. ഇതിനോട് തമാശ പറഞ്ഞാൽ ആ ക്യാരക്ടറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, വേറൊരു ചിന്തയില്ല. അത്രയ്ക്കും അതിന് വേണ്ടിയിട്ട് ജീവിതകാലം എന്ന് പറയാം. ബീന ടീച്ചർ ചെറുപ്പം മുതലേ നമുക്ക് കൂടുതൽ അറിയാൻ ഇങ്ങനെ ഞങ്ങൾ ചെറുപ്പം മുതലേ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ടീച്ചർ എന്താണെന്ന് നമുക്കറിയാം. ആ ഒരു സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. ടീച്ചർ എൻ്റെ ക്ലാസ്സിലെടുക്കുമ്പോൾ 2 വട്ടം ഫോൺ വന്നപ്പോൾ എനിക്ക് അവാർഡ് കിട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കും. ഞാൻ ബീന ടീച്ചറിനെ തേടി ബീന ടീച്ചർ പലതൂർ സ്കൂളിൽ പോയിട്ട് പറഞ്ഞു. ടീച്ചറിനെ കാത്തിരുന്നു പോകട്ടെ എന്നെ കണ്ടു. ഇവനോടാണ് വല്ലാത്തൊരു സ്നേഹം തോന്നിയത്. കാരണം ഈ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണല്ലോ ഈ നല്ലൊരു ന്യൂസ് എൻ്റെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് അറിയില്ല, ഇവനോട് വല്ലാത്തൊരു ഇഷ്ടം. ടീച്ചറിന്റെ യഥാർത്ഥ സ്ഥലം പട്ടാമ്പിയാണ് അല്ലേ? അതെ, ഇവിടെ തന്നെ. ഇതെൻ്റെ ഈ ഗ്രാമത്തിൽ തന്നെ എൻ്റെ വീട്. എനിക്ക് 3 വർഷം കൂടെ ഉണ്ട് ഇനി റിട്ടയർമെൻറ്റിന്. അതുവരെ ഞാൻ എൻ്റെ കുട്ടികളായിട്ട് നല്ല സന്തോഷമായിട്ട് അഭിനയിച്ചും കളിച്ചും പാട്ടുപാടിയിട്ടൊക്കെ അങ്ങനെ പോകണമെന്നുണ്ട്. നാടകം കളിക്കും, ഒപ്പം സിനിമയും കൊണ്ടുപോകണം. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വല്ലാത്ത തിരക്കുകളില്ലാത്ത വർക്കുകൾ ചെയ്യണം. നല്ല ക്യാരക്ടറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല സിനിമകൾ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യണം എന്നുണ്ട്.